നാട്ടിലെ നല്ല വാർത്ത കൗതുകമുണർത്തുന്ന അവധി പ്രഖ്യാപനത്തിലൂടെ നാടിന്റെ ശ്രദ്ധാകേന്ദ്രമായി തീർന്ന ഇടുക്കി ജില്ലയുടെ പുതിയ സാരഥി ശ്രീമതി വി വിഘ്നേശ്വരി IAS ചേംബറിലേക്ക്. മിക്ക കുട്ടികൾക്കും കളക്ടർ എന്ന് പറഞ്ഞാൽ അവധി കൊടുക്കുന്ന ആന്റി അല്ലെങ്കിൽ അങ്കിളാണ്. നമ്മുടെ കളക്ടർ ശ്രീമതി വി വിഘ്നേശ്വരിയോട് ചോദിച്ചറിയാം എങ്ങനെയാണ് അവധി കൊടുക്കുന്നതും അവധി ദിവസങ്ങൾ എങ്ങനെയാണ് ഫലപ്രദമായി ഉപയോഗിക്കുന്നതെന്നും. മാം, നാളെ അവധി ഉണ്ടാവോ? അവധി ഇങ്ങനെ ചോദിച്ചാൽ കൊടുക്കുന്ന ഒരു കാര്യമല്ല. ഓക്കെ, അവധി കൊടുക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൻ്റെ ഉള്ള മഴ എങ്ങനെയാണ് ഉള്ളത്, ഇന്നത്തെ മഴ മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയായിരുന്നു മഴ, പിന്നെ നമുക്ക് മണ്ണിടിച്ചൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, പിന്നെ വേറെ വാട്ടർ ലെവൽസ് ഇൻ ഡാംസ്, ഇൻ റിവേഴ്സ്, ഓക്കെ, എംബാങ്ക്മെന്റ്സ് എങ്ങനെ സ്ട്രോങ് ആയിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അവധി പ്രഖ്യാപിക്കുന്നത്. കുട്ടികൾ പുറത്ത് വന്നാൽ യാത്രയിലോ ഇല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സ്ട്രെസ് വന്ന് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഇടുമ്പോൾ പ്രശ്നമുണ്ടാവും എങ്കിൽ ഒരു സാഹചര്യം വന്നാൽ മാത്രമേ അവധി പ്രഖ്യാപിക്കൂ. നമ്മൾ അവധി പ്രഖ്യാപിക്കണം പറയുന്നത് ഒരു ഹാപ്പി ആയിട്ട് ഫണ്ണായിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇറ്റ് ഹാസ് അതർ ഫ്ലിപ്പ് സൈഡ് ഓൾസോ. ഓക്കെ, ഈ അവധി പ്രഖ്യാപിക്കുന്നത് കൊണ്ട് വീട്ടിലെ രക്ഷിതാക്കൾ ഇല്ലാത്ത ഒറ്റയ്ക്ക് കഴിക്കുന്ന കുട്ടികളുണ്ടാവാം, ഫുഡ് കിട്ടാനില്ലാത്ത ഒരു കുട്ടികളുണ്ടാവാം. സോ ഈ സൈഡ് നമ്മൾ കാണണം. ഇത് ഒരു ഫണ്ണിനുള്ള രീതിയിൽ വരെ ഓക്കെ, പക്ഷെ ബിയോണ്ട് ദാറ്റ് അത് ഒരു ഡിമാൻഡിങ്, ഒരു ക്യൂട്ട് ഡിമാൻഡിങ് ഇസ് നൈസ്, ഓക്കെ, ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ്. അത് എക്സീഡ് ആവുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് ജോലിയൊന്നും വേണ്ട, വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ എക്സീഡ് ചെയ്യുന്നത്. വെറുതെ എപ്പോഴും ഇരിക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തേ പറ്റും. സോ അവർ വാല്യൂ ഇൻ അവർ സൊസൈറ്റി ഷുഡ് ബി റെസ്പെക്റ്റഡ് ബൈ us ഫസ്റ്റ്. നമ്മൾ പഠിക്കുന്നത് ബിക്കോസ് ടു ഇൻക്രീസ് അവർ വാല്യൂ ആൻഡ് അവർ കോൺട്രിബ്യൂഷൻ ടു ദ സൊസൈറ്റി. അത് ഞാൻ ചെയ്യില്ല പറയുന്നത് നമ്മൾ തന്നെ നമ്മൾ ഒരു വാല്യൂ ആയിട്ട് റെസ്പെക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അർത്ഥം. ഇത് ഒരു സീരിയസ് ആംഗിൾ ഓഫ് ഡിക്ലെയറിംഗ് ഹോളിഡേ. ഓക്കെ, ഇങ്ങനെ അവധി ലഭിക്കുമ്പോൾ കുട്ടികൾ എങ്ങനെയാണ് അത് ഫലപ്രദമായി വിനിയോഗിക്കേണ്ടത്? ഫസ്റ്റ്, എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മുടെ സ്കൂളിൽ മാത്രം കിട്ടുന്ന കാര്യമല്ല. സോ വീട്ടിൽ നിന്ന് നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, എത്ര പേർക്ക് അച്ഛൻ്റെ ജോലിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം, അച്ഛൻ്റെ ജോലിയിൽ നമുക്ക് എങ്ങനെയൊക്കെ സഹകരിക്കാം, അതേപോലെ അമ്മയുടെ ജോലിയിൽ എങ്ങനെയൊക്കെ സഹകരിക്കാം. പിന്നെ ഹോബീസ് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലേ, ഈ ഹോബീസ് വല്ലപ്പോഴും സ്കൂൾ ദിവസങ്ങളിലെ നിങ്ങൾ വീട്ടിലെത്തിയാൽ നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്ത് ഉറങ്ങാനേ സമയമുള്ളൂ, ഈ ഹോബീസ് ചെയ്യാം. പിന്നെ ടീച്ചേഴ്സ് പറയുന്ന ഹോംവർക്കും കൂടി ചെയ്യാം. ഓക്കെ, താങ്ക് യു മാം. മാമിന്റെ വിലപ്പെട്ട സമയം സാൻജോയുടെ നല്ല വാർത്തയ്ക്കായി ചെലവഴിച്ചതിന് ഏറെ നന്ദി. പണ്ടേ മിടുക്കിയായ ഇടുക്കിക്ക് മിടുക്കിയ ഒരു കളക്ടറിനെ ലഭിച്ചിരിക്കുന്നു. കളക്ടർമാർ പ്രഖ്യാപിക്കുന്ന അവധികൾ ആഘോഷിക്കാനുള്ളതല്ല. അവധി പ്രഖ്യാപിക്കാത്ത കളക്ടർമാരോട് ഇനി ആർക്കും പരിഭവം വേണ്ട. സാൻജോയുടെ നാട്ടിലെ നല്ല വാർത്ത ഇനിയും തുടരും, കാത്തിരിക്കാം.